ഹായ് ഹലോ വെൽക്കം ബാക്ക്. ബ്രെഡ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം ബ്രെഡ് എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്കിവിടെ മാവ് കൂടുതലായിട്ട് എടുക്കേണ്ടതുണ്ട് കേട്ടോ. മൈദപ്പൊടി കൂടുതലായിട്ട് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു മൈദയിലേക്ക് ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്, ഒന്നേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാനില എസൻസിൻ്റെ പകരമായിട്ട് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. അതാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു വാനില എസൻസിനെക്കാട്ടിലും ഒന്നുകൂടി ടേസ്റ്റ് കൂടെ ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വാനില എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ഇതിൽ പാല് മാത്രമായിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെറും പാലിൽ മാത്രമാണ് ഈ ഒരു മൈദ മിക്സ് ആക്കി എടുക്കുന്നത്. അപ്പം എങ്കിൽ മാത്രം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതിനാണ് ഇവിടെ പാല് മാത്രമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാലും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ആക്കി എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കേണ്ടത്. ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട, എന്നാൽ ഇത്രയും തിക്കായിട്ട് വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിതാ ഒന്നുകൂടി ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കുക, ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. നമുക്ക് എത്രത്തോളം ബ്രെഡ് വേണോ അതിനനുസരിച്ച് ബ്രെഡ് ഇവിടെ എടുക്കാവുന്നതാണ്. സൈഡ് വശമൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിക്കാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് കോൺഫ്ലെക്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കോൺഫ്ലെക്സ് കുറച്ചിതാ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ കോൺഫ്ലെക്സ് കൈ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ പൊടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ വേണ്ടത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ബ്രെഡിൽ നിന്നൊരു പീസ് എടുക്കാം. എന്നിട്ട് ഈ ഒരു മൈദേൻ്റെ മിക്സിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു കോൺഫ്ലെക്സിൽ ഇട്ടിട്ട് ജസ്റ്റ് കോൺഫ്ലെക്സും ജസ്റ്റ് അങ്ങനെ കോട്ടിങ് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓയിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഓയിലൊക്കെ നല്ലതുപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോൺഫ്ലെക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കളർ മാറി വന്നാൽ ഇത് കോരി മാറ്റിയെടുക്കാം. പിന്നെ ഇപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു മൈദ മാത്രമേ വെന്ത് കിട്ടാനുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ടൈം മാത്രം മതി. ഇത് ഒരുപാട് ടൈം ഇട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടെടുത്ത് അതിൻ്റെ ഒരു കളർ മാറി വന്നാൽ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും തന്നെ. വീട്ടിൽ ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.